ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? നമ്മൾ SCERT സോഷ്യൽ സയൻസിൽ പുതിയ ചാപ്റ്റേഴ്സാണ് അല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പെടുത്ത ക്ലാസ്സിൽ നിന്ന് നമ്മൾ സ്ഥിരം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ഥിരം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്നും നമുക്ക് ആദ്യം തന്നെ അവിടെ തന്നെ തുടങ്ങാം. ഞാൻ നിങ്ങളോട് മുമ്പത്തെ ക്ലാസ്സിലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം ഏത് രാജ്യത്തു നിന്നാണ്? നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം ഏത് രാജ്യത്തു നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ് അല്ലെ. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഗ്രീസിലെ ഏതൻസിലാണ്. ജനാധിപത്യത്തിന്റെ ആദ്യത്തെ രൂപം ഉദയം ചെയ്തത് ഗ്രീസിലെ ഏതൻസിലാണ്. എന്നാൽ നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെ നിന്നാണ്? അത് ഇംഗ്ലണ്ടിൽ നിന്നാണ് അല്ലെ. ഇന്ന് കാണുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്, പാർലമെന്റ്, ജനപ്രതിനിധികളുടെ ഭരണം, തെരഞ്ഞെടുപ്പ്, പാർലമെന്റ്, ജനപ്രതിനിധികളുടെ ഭരണം, ഇതൊക്കെ എവിടെ നിന്നാണ് രൂപം കൊണ്ടത്? ഇതൊക്കെ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തുടങ്ങിയിട്ടും നേരെ അവര് കോഴിക്കോട് കാപ്പാടല്ല വന്നിറങ്ങിയത്. അതിനു മുമ്പ് ആഫ്രിക്കയിൽ ഒരു തുറമുഖത്ത് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തുറമുഖത്തിന്റെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്നും 1497 യാത്ര തിരിച്ചിട്ട് അവർ ആഫ്രിക്കയിലെ ഒരു തുറമുഖത്ത് എത്തിച്ചേർന്നു. പിന്നെ അവിടെയുള്ള നാവികരുടെ സഹായത്തോടെ, മൺസൂൺ കാറ്റിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അവർ നമ്മുടെ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തിച്ചേർന്നത്. അപ്പൊ ഇവര് ഈ ആഫ്രിക്കയിൽ വന്നിറങ്ങിയ തുറമുഖത്തിന്റെ പേര് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പേരെന്താണ്? മലിന്തി തുറമുഖം അല്ലെ. മലിന്തി തുറമുഖം. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കാം. പിന്നെ നമ്മൾ ഓഗസ്റ്റ് 7 ഒരു ദിനമായിട്ട് ആചരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 7 ഏത് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? ദേശീയ കൈത്തറി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്? 1905 ഓഗസ്റ്റ് 7 നമ്മൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് അല്ലെ. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു വിദേശ വസ്തുക്കളെല്ലാം ബഹിഷ്കരിക്കുക, എന്നിട്ട് സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വിദേശ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ഖാദി വസ്ത്രത്തിലേക്ക് വന്നു അല്ലെ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇതിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 നമ്മൾ ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വേറൊരു ദിനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരള നിയമസഭാ ദിനം. എന്നാണ് കേരള നിയമസഭാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്? ഓർമ്മയുണ്ടോ? ഏപ്രിൽ 27. ഇതൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റുകളാണ്. ഒരിക്കലും മറന്നു പോകരുത്. ഇത്തരം ഡേറ്റുകളാണ് PSC എപ്പോഴും എടുത്ത് ചോദിക്കാറുള്ളത്. കേരള നിയമസഭാ ദിനം ഏപ്രിൽ 27. ഏപ്രിൽ 27 കേരള നിയമസഭാ ദിനം. എന്തുകൊണ്ടാണ് ഏപ്രിൽ 27 നമ്മൾ കേരള നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്? കാരണം നമ്മുടെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് അല്ലെ, കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 1957 ഏപ്രിൽ 27 കേരള നിയമസഭ ആദ്യമായിട്ട് സമ്മേളിച്ചത്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നെ നിയമസഭയ്ക്ക് കുറച്ച് മുൻഗാമികളുണ്ട്. അവരാരൊക്കെയാണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില്, ശ്രീമൂലം പ്രജാസഭ, തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. ഇതിന്റെയൊക്കെ വർഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില് 1888 ശ്രീമൂലം പ്രജാസഭ 1904 1904 ശ്രീമൂലം പ്രജാസഭ. തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭയാണെങ്കിൽ 1949 ചേരുമ്പടി ചേർക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് വർഷം പറഞ്ഞിട്ടുണ്ട് അല്ലെ. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില്, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. പിന്നെ നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യത്തിന് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ സ്വിറ്റ്സർലാൻഡാണ് നമ്മൾ എപ്പോഴും പറയാ. അത് കൂടാതെ 2 രാജ്യങ്ങളും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഉറുഗയും പിന്നൊന്ന് തായ്വാനും ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഉറുഗയുടെ കാര്യം തായ്വാന്റെ കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ടീച്ചേഴ്സിന്റെ ഹാൻഡ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അന്നത് എടുത്തു പറഞ്ഞത്. പിന്നെ അതിനുശേഷം നമ്മൾ ഇതിന്റെ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും ഈ മൊസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൊസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ ചക്രങ്ങൾ ഉപയോഗിച്ചതിന് തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് പറഞ്ഞ സമയത്ത് മൊസപ്പൊട്ടോമിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് അല്ലെ. മൊസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം? കാരണം ഈ സംസ്കാരം രൂപം കൊണ്ട് തന്നെ 2 നദികൾക്കിടയിലായിട്ടാണ്. ഏതൊക്കെയാണ് ആ നദികൾ? യൂഫ്രട്ടീസും ടൈഗ്രിസും.
ടൈഗ്രിസുമാണ് ആ നദികൾ. ഈ രണ്ട് നദികൾക്ക് ഇടയിലായിട്ടാണ്, യൂഫ്രട്ടീസിനും ടൈഗ്രിസിനും ഇടയിലായിട്ടാണ് നമ്മുടെ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം രൂപം കൊണ്ടത്. അതുകൊണ്ടാണ് അതിന് ആ പേര് നൽകിയത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റോഡ് ഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം ഡിസ്കസ് ചെയ്തപ്പോഴും ലോകത്തിലെ തന്നെ ആദ്യത്തെ റോഡ് ഏതാണ്? ഏത് വർഷമാണ് അത് നിർമ്മിച്ചത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടാവുമല്ലോ. എന്നാണ് 1820 അല്ലേ? 1820 ആദ്യത്തെ റോഡ്. 1825 ആദ്യത്തെ റെയിൽവേ. 1845 നമ്മുടെ കനോലി കനാൽ നിർമ്മിച്ചത്. ഞാൻ അങ്ങനെ കറക്റ്റ് ഓർഡറിൽ പറഞ്ഞു തന്നിട്ടുണ്ടായില്ലേ? 1820 ആദ്യത്തെ റോഡ്, 1825 ആദ്യത്തെ റെയിൽവേ, 1845 നമ്മുടെ കേരളത്തിൽ കനോലി കനാൽ നിർമ്മിച്ചത്. അപ്പൊ 1820 നിർമ്മിച്ച റോഡിന്റെ പേരെന്താണ്? മക് ആദം റോഡുകൾ എന്നാണ് അല്ലെ? മക് ആദം റോഡുകൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വരാൻ കാരണം മക് ആദം റോഡുകൾ എന്ന്? കാരണം അത് സ്കോട്ടിഷ് എഞ്ചിനീയർ ആയിട്ടുള്ള JK മക് ആദം ആണ് ആ റോഡ് നിർമ്മിച്ചത് 1820. അതുകൊണ്ടാണ് അതിനെ മക് ആദം റോഡ് എന്ന് പറയുന്നത്. ആ റോഡ് എന്താണ്? വെറുതെ കരിങ്കൽ കല്ലുകൾ പാകിയിട്ട് റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചതാണ് ഈ മക് ആദം റോഡുകൾ എന്ന് പറയുന്നത്. ആ റോഡുകളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിലെ റോഡുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സുവർണ ചതുഷ്കോണവും അതുപോലെ വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. ഈ സുവർണ ചതുഷ്കോണം എത്ര സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്? എത്ര സംസ്ഥാനങ്ങളിൽ കൂടിയാണ് സുവർണ ചതുഷ്കോണം പോകുന്നത്? 12 സംസ്ഥാനങ്ങളിൽ കൂടിയാണ്. 12 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് സുവർണ ചതുഷ്കോണം പോകുന്നത്. അതുപോലെ ഈ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ഏതൊക്കെ നഗരങ്ങളെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്? വടക്ക് തെക്ക് നമുക്ക് വേഗം കിട്ടും. വടക്ക് തെക്ക് എന്ന് പറയുമ്പോൾ വടക്ക് ശ്രീനഗറും തെക്ക് കന്യാകുമാരിയും പെട്ടെന്ന് കിട്ടും. അപ്പൊ ഈ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? നമ്മുടെ പടിഞ്ഞാറ് ഗുജറാത്തിലെ എവിടെയാണ്? പോർബന്തറിനെയും കിഴക്ക് സിൽച്ചാറിനെയും. പോർബന്തറിനെയും സിൽച്ചാറിനെയുമാണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ബന്ധിപ്പിക്കുന്നത്. അതുപോലെ റെയിൽവേയുടെ കാര്യം പറഞ്ഞപ്പോൾ 1825 വർഷം എന്ന് പറഞ്ഞു. അവിടെ ആ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ച വ്യക്തിയുടെ പേരെന്താണ്? ജോർജ് സ്റ്റീഫൻസൺ ആണെന്നാണ് അല്ലെ? ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് സ്റ്റീഫൻസൺ ആണ്. ഇനി ആ ആദ്യത്തെ റെയിൽ പാത ഏതൊക്കെ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിച്ചിരുന്നത്? ആദ്യം നിർമ്മിച്ച റെയിൽ പാത ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിച്ചിരുന്നത്? 2 ടണ്ണുകൾ, സ്റ്റോക്ക് ഡാർലിംഗ് ടണ്ണും. അപ്പൊ ഈ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ച ആളെ പേര് ജോർജ് ജോർജ് സ്റ്റീഫൻസൺ ആണ് ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. ലോകത്തിൽ തന്നെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. 1825 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്? ഇംഗ്ലണ്ടിലെ സ്റ്റോക്ക് ടണ്ണിനെയും ഡാർലിംഗ് ടണ്ണിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ റെയിൽപാത വന്നത് അല്ലെ? ഇനി അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ എന്നാണ്? 1853 ബോംബെ മുതൽ താനെ വരെ. അതെല്ലാവർക്കും അറിയായിരിക്കും. കേരളത്തിലാവുമ്പോഴത് 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണെന്നും നമുക്കറിയാം. പിന്നെ അതുപോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കപ്പൽ നിർമ്മാണശാല ഉണ്ടല്ലോ, കപ്പൽ നിർമ്മാണശാല എന്ന് പറയുന്ന മറ്റൊരു പേരല്ലേ? ഡോക്യാർഡ്, ഇംഗ്ലീഷിൽ ഡോക്യാർഡ് എന്ന് പറയും. കപ്പൽ നിർമ്മാണശാലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഗുജറാത്തിലെ ലോഥലാണ് അല്ലെ? ഗുജറാത്തിലെ ലോഥലിലാണ് കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കനോലി കനാൽ 1845 പണി കഴിപ്പിച്ചത്. അത് ആരാണ്? ഏത് മലബാർ കളക്ടറാണ് അതിന് മുൻകൈ എടുത്തത്? HV കനോലിയാണ് അല്ലെ? HV കനോലിയാണ് മുൻകൈ എടുത്തത്. അതുപോലെ വ്യോമഗതാഗതം പറഞ്ഞപ്പോൾ നമ്മുടെ ആദ്യത്തെ വിമാനം പറത്തിയ 2 സഹോദരന്മാരുണ്ടല്ലോ. ആരൊക്കെയാണ്? റൈറ്റ് സഹോദരന്മാർ ഏതൊക്കെയാണ്? ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. ഇവരെന്നാണ് ഫസ്റ്റത്തെ വിമാനം പറത്തിയത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വർഷവും ഡേറ്റും കൊടുത്തിട്ടുണ്ട്. എന്നാണ് പറത്തിയത്? 1903 ഡിസംബർ 17 1903 ഡിസംബർ 17 ആദ്യത്തെ വിമാനം പറത്തിയത്. എവിടെ നിന്നാണ് പറത്തിയത്? അത്
അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്നാണ് പറത്തിയത്. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന്. ആ വിമാനത്തിന്റെ പേരോ ഫ്ലയർ 1 എന്നായിരുന്നു അല്ലെ. വിമാനത്തിന്റെ പേര് ഫ്ലയർ 1 എന്നാണ്. അപ്പൊ ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനം എന്ന് പറയുന്നത് റൈറ്റ് സഹോദരന്മാര്. ആ സഹോദരന്മാരെ പേര് പഠിച്ചേക്കണം. ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. ഓർവിൽ രണ്ടിടത്തും വില്ലുണ്ട്. വിൽബർ ഓർവിൽ റൈറ്റ് വിൽബർ റൈറ്റ്. രണ്ടിടത്തും വില്ലുണ്ട്. രണ്ടുപേരിലും വില്ലുണ്ട്. കാരണം അവർ നല്ല വിൽ പവർ ഉള്ളവരായിരുന്നില്ല. അപ്പൊ രണ്ടിടത്തും വില്ലുണ്ട്. ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ആണ് ചേർന്നിട്ടാണ് നിർമ്മിച്ചത്. അവർ പറത്തിയത് അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്നാണ്. 1903 ഡിസംബർ 17 പറത്തിയത്. ആ വിമാനത്തിന്റെ പേര് ഫ്ലയർ 1 എന്നും ആയിരുന്നു. ഇനി ഇന്ത്യയിലാണെങ്കിലോ, ഇന്ത്യയിൽ 1911 1911 അലഹബാദിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള നൈനിയിലേക്ക് കത്തുകളും കൊണ്ടാണ് അല്ലെ ആദ്യത്തെ വിമാനം പറന്നുയർന്നത്. 1911 അലഹബാദിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള നൈനിയിലേക്ക് കത്തുകളും കൊണ്ടാണ് ആദ്യത്തെ വിമാനം പറന്നുയർന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് ആണ്. 1932 കറാച്ചി മുതൽ മുംബൈ വരെയാണ് അല്ലെ അവർ വിമാനം പറത്തിയത്. 1932 മുംബൈ മുതൽ കറാച്ചി മുതൽ മുംബൈ വരെയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എന്ന് പറയുന്നത് ജുഹു ആണ്. മുംബൈയിലെ ജുഹുവിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം എന്ന് പറയുന്നത്. ഇനി അച്ചടി വിദ്യ കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ്? അച്ചടി വിദ്യ കണ്ടുപിടിച്ച രാജ്യക്കാര് ചൈനക്കാരാണ്. എന്നാൽ ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോ? ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജർമ്മൻകാരനായിട്ടുള്ള ഗുട്ടൻബർഗ് ആണ് ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ആദ്യത്തെ ഫസ്റ്റത്തെ എഴുത്തുവിദ്യ ആരാണ് വികസിപ്പിച്ചത്, അല്ലെങ്കിൽ ആരാണ് എഴുതിയതെന്ന് വിചാരിക്കുന്നത്? നമ്മുടെ സുമേറിയക്കാരാണ് ആദ്യത്തെ എഴുത്തുവിദ്യ കണ്ടുപിടിച്ചത്. അവർ ഉപയോഗിച്ചിരുന്ന ലിപിയുടെ പേരെന്താണ്? ക്യൂണിഫോം ലിപി. സുമേറിയക്കാര് ക്യൂണിഫോം ലിപിയാണ്. അവർ കളിമൺ ഫലകത്തിലാണ് എഴുതിയിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്ററിന്റെ പേര് നാടറിയാം എന്നുള്ളതാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ, നാടറിയാം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ചാപ്റ്റർ എന്തിനെ കുറിച്ചുള്ളതായിരിക്കും? കേരളത്തെ കുറിച്ചിട്ടുള്ളതായിരിക്കും അല്ലെ. നാടിനെ അറിയാം, നാടറിയാം. നമ്മുടെ കേരളത്തെ കുറിച്ചിട്ടുള്ള, കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വൈവിധ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് വേഗം പഠിച്ചു പോകാം. ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കവിതയാണ്, അതുകൊണ്ട് ചൊല്ലാൻ ഒട്ടും സാധിക്കില്ല. ജസ്റ്റ് ഞാൻ വായിക്കാം. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വജാബ്ദി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനുമമ്മേ. ഇതാണ്, നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ ഒരു പദ്യഭാഗം കൊടുത്തിരിക്കുന്നു. അത് ഏതിൽ നിന്നുള്ളതാണ്? മാതൃവന്ദനം എന്ന് പറഞ്ഞ കവിതയുടെ ഭാഗമാണ്. മാതൃവന്ദനം എഴുതിയത് വള്ളത്തോളുമാണ്. മാതൃവന്ദനം ആരാണ് എഴുതിയത്? വള്ളത്തോൾ. മാതൃവന്ദനം വള്ളത്തോളാണ് എഴുതിയത്. മാതൃവന്ദനം വള്ളത്തോളിന്റെ കവിതയാണ്. ആ ആദ്യത്തെ ലൈൻ ശ്രദ്ധിച്ചു വെക്കുക. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വജാബ്ദി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും ആരാണ്? വള്ളത്തോളിന്റെ മാതൃവന്ദനം എന്ന കവിതയാണ്. വള്ളത്തോളിന്റെ മാതൃവന്ദനം എന്ന കവിതയിലെ വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്തരം വരികൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം, മലയാളത്തിൽ കയറി വരും. അടുത്തതായിട്ട് അവിടെ ഒരു വാണിയംകുളം പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വാണിയംകുളം പഞ്ചായത്തിന്റെ തെക്കേ അതിർത്തിയിലൂടെ ഭാരതപ്പുഴ ഒഴുകി പോകുന്നു. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാരതപ്പുഴയുടെ തീരത്താണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം, ഈ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണെന്നും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതല്ല, നമ്മളോട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭൂപ്രകൃതിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് ആവശ്യമില്ല, നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമുക്ക് പഠിക്കേണ്ടത് കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി എല്ലാവർക്കും അറിയാലോ. 3 തരത്തിലാണ് അല്ലെ. നമ്മുടെ കേരളത്തെ മെയിനായിട്ട് 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് കേരളത്തിലുള്ളത്. ഏതൊക്കെയാണ് 3 ഭൂപ്രകൃതി വിഭാഗം? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്,
ഇടനാട് തീരപ്രദേശം. കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇത് എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ആ സമുദ്രനിരപ്പിന്റെ ഉയരം നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ? 7.575 അതേ പഠിക്കാനുള്ളൂ. 7.575 അതായത് 7.5 മീറ്ററിന് താഴെയാണെങ്കിൽ 7.5 മീറ്ററിന് താഴെയാണ് ഉയരം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് തീരപ്രദേശമാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഒരു പ്രദേശത്തിന്റെ ഉയരം 7.5 മീറ്ററിൽ താഴെയാണെങ്കിൽ അത് തീരപ്രദേശമാണ്. ഇനി 7.5നും 75 മീറ്ററിനും ഇടയിലാണെങ്കിൽ അത് ഇടനാടും, 75 മീറ്ററിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അത് മലനാടുമാണ്. നമ്മൾ മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച സെയിം കാര്യം തന്നെയാണ്. ഒരു പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിൽ താഴെയാണ് ഉയരെങ്കിൽ അത് തീരപ്രദേശം. അതിന്റെ ഉയരം 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണെങ്കിൽ അത് ഇടനാട്, 75 മീറ്ററിന് മുകളിലാണെങ്കിൽ അത് മലനാട്. കാരണം കേരളത്തിന്റെ കെടുപ്പ് തന്നെ അങ്ങനെയാണ് അല്ലെ? ഒന്ന് ചെരിഞ്ഞാണ്. ശരിക്കും ഭൂപ്രകൃതി എന്ന് പറയുന്നത് അവിടെ നിന്ന് മലനാട്ടിൽ നിന്ന് ഇങ്ങനെ ശരിക്കും ചെരിഞ്ഞാണ് തീരപ്രദേശം വരെയുള്ളത്. ഇങ്ങനെ ശരിക്കും സ്ലോപ്പ് പോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നദികളെല്ലാം തന്നെ മലനാട്ടിൽ ഉത്ഭവിച്ച് നമ്മുടെ തീരപ്രദേശത്തു കൂടെ ഒഴുകി വന്ന് എവിടെ എത്തിച്ചേരുന്നു? നമ്മുടെ അറബിക്കടലിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ 44 നദികളുള്ളതിൽ 41 എണ്ണവും പടിഞ്ഞാട്ടാണ് ഒഴുകുന്നത്. 3 മാത്രമേ കിഴക്കോട്ട് ഒഴുകുന്നുള്ളൂ. ബാക്കി 41 നദികളും എവിടേക്കാണ്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഇനി അവിടെ നമ്മുടെ ചോദ്യം, ഒരു ബോക്സിൽ ചോദ്യം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശമാണ്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിന്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അതാണ് നമ്മൾ പറഞ്ഞത്. 7.5 മീറ്ററിൽ താഴെയാണെങ്കിൽ തീരപ്രദേശം, 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണെങ്കിൽ അത് ഇടനാട്, 75 മീറ്ററിന് മുകളിലാണെങ്കിൽ അത് മലനാട്. ഇതിൽ നമ്മുടെ ശതമാനം കൊടുത്തിട്ടില്ല, എത്ര പെർസെൻറ്റേജ് ആണെന്ന് കൊടുത്തിട്ടില്ല. പക്ഷെ അത് പഠിക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലനാടാണ്. എല്ലാവർക്കും ഒരു സംശയം വരും, പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടനാടാണോ എന്നൊക്കെ ഒരു സംശയം വരും. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. 48% മലനാടാണ്. കേരളത്തിന്റെ 48% മലനാടാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്, 48%. ഇടനാട് 42%. ഇടനാട് 42%. അപ്പൊ തീരപ്രദേശം എത്ര ശതമാനമാണ്? 48ഉം 42ഉം 90 ആയി അല്ലേ? അപ്പൊ തീരപ്രദേശം ബാക്കിയുള്ള 10%. തീരപ്രദേശം 10%. മലനാട് 48%, ഇടനാട് 42%, തീരപ്രദേശം 10%. അടുത്ത ചോദ്യം, ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? നിങ്ങൾ തന്നെ ഉത്തരം പറയൂ. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? തീരപ്രദേശമാണ്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്നത് ഏതാണ്? തീരപ്രദേശമാണ്. ഇനി തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളോട് അതിർത്തി പങ്കിടുന്നത് കേരളത്തിലെ ഏത് ഭൂപ്രകൃതി വിഭാഗമാണ്? അതും സിമ്പിളാണ്. തമിഴ്നാടിനോടും കർണാടകത്തോടും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം മലനാട് അല്ലെ? മലനാടാണ് പങ്കിടുന്നത്. ഇനി ഈ മലനാടിനെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനതുകൊണ്ട് ചുരുക്കി പറയാം, ഒന്നുമില്ല. 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. അറിയാലോ, കുന്നുകളും മലകളും പർവ്വതങ്ങളും. കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്ന പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുകയും പൊതുവെ ഹരിതാപമായിട്ടുള്ള പ്രദേശമാണ് മലനാട് അല്ലെ? ഉയർന്ന തോതിൽ മഴ ലഭിക്കും, അതേപോലെ തന്നെ ഹരിതാപമായിട്ടുള്ള പ്രദേശമാണ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്. അത് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. കാരണം നമുക്ക് ഓപ്ഷനിൽ തരാണ് കേരളത്തിലെ 41 നദികൾ ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തന്ന ചിലവരെങ്കിലും കയറിയിട്ട് അത് ആൻസർ ശരിയാണെന്ന് എഴുതും. കാരണം 3 നദികൾ കിഴക്കോട്ടാണല്ലോ ഒഴുകുന്നത്. അപ്പൊ ചിലപ്പോൾ അത് മലനാട്ടിൽ നിന്നായിരിക്കില്ല ഉത്ഭവിക്കുന്നതെന്നൊക്കെ ചിലവർ വിചാരിക്കും. അങ്ങനെയല്ല, കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? മലനാട്ടിൽ നിന്ന് തന്നെയാണ്. മലനാട് എന്നുള്ള ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത്. അപ്പൊ കേരളത്തിലെ 41 നദികൾ ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് എന്നുള്ള ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്ന് തന്നെയാണ്. അത്രേ അവിടെ പറയുന്നുള്ളൂ. അപ്പൊ 75 മീറ്ററിന് മുകളിലാണ്. കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നു. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അതുപോലെ ഹരിതാപമായിട്ടുള്ള പ്രദേശമാണ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നുമാണ്.
അടുത്തത് ഇടനാട്. ഇടനാട് എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള പ്രദേശമാണ്. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമാണ് ഇടനാടിന്റെ സവിശേഷത. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമാണ് ഇടനാടിന്റെ സവിശേഷത. അതുപോലെ തന്നെ ഇടനാട് എന്ന് പറയുമ്പോഴും നമ്മുടെ വിളവൈവിധ്യം ഏറ്റവും കൂടുതലുള്ളത് ഇടനാട്ടിലാണ്. കാരണം നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണും അതേപോലെ തന്നെ മഴയും അത്യാവശ്യത്തിന് ലഭിക്കും, വെയിലും അത്യാവശ്യത്തിന് ലഭിക്കും. അങ്ങനെ നല്ലൊരു കാലാവസ്ഥയാണ് ഇടനാട്ടിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ വിളകളും ഇടനാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വിളവൈവിധ്യം കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഇടനാടാണ്. വിളവൈവിധ്യം, ചേന, ചേമ്പ്, വാഴ എല്ലാ സാധനങ്ങളും എവിടെ കൃഷി ചെയ്യാൻ പറ്റും? നമ്മുടെ ഇടനാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വിളവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഇടനാട് തന്നെയാണ്. ഇനി തീരപ്രദേശം എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. കടൽ തീരത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിൽ താഴെയാണ് ഉയരം. അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെ. അടുത്തത് കേരളത്തിലെ കാലാവസ്ഥ. കേരളത്തിലെ കാലാവസ്ഥ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 3 കാലാവസ്ഥയാണല്ലോ നമ്മൾ മെയിനായിട്ട് പറയാം. ഏതൊക്കെയാണ്? മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം അല്ലേ? മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം. ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ 2 തവണയായിട്ടാണ് നമ്മുടെ ഇവിടെ മഴക്കാലം അനുഭവപ്പെടാം. ഒരു സമയം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്ത്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഒരു സമയത്തും, പിന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇടിയോട് കൂടിയ ഒരു മഴയും. അങ്ങനെ 2 തരത്തിലല്ലേ നമ്മുടെ ഇവിടെ മഴക്കാലം അനുഭവപ്പെടാം. ആദ്യത്തേത് എന്ന് പറയുന്നത് ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, അല്ലെങ്കിൽ കാലവർഷം, അല്ലെങ്കിൽ ഇടവപ്പാതി എന്നൊക്കെ പറയും അല്ലേ? ഇതെല്ലാം ഒന്ന് തന്നെയാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നതും കാലവർഷം എന്ന് പറയുന്നതും ഇടവപ്പാതി എന്ന് പറയുന്നതും നമ്മുടെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമുക്ക് ലഭിക്കുന്ന മഴയാണ്. പിന്നെ നമ്മുടെ ഒക്ടോബർ നവംബർ മാസത്തിൽ ഇടിയോടുകൂടി വൈകുന്നേരങ്ങളിൽ, രാവിലെ ഒന്നും മഴ ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിയോടുകൂടി നമുക്ക് ലഭിക്കുന്ന മഴയെ നമ്മൾ തുലാവർഷം അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയും അല്ലെ? തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയും. ഇങ്ങനെ 2 രീതിയിലാണ് നമുക്കിവിടെ മഴ ലഭിക്കുന്നത്. പിന്നെ വേനൽക്കാലം, മഞ്ഞുകാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ഇവിടെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി പകുതി വരെ, ശരിക്കും ഡിസംബർ, ജനുവരിയാണ് നമ്മൾ കറക്റ്റായിട്ട് മഞ്ഞുകാലം എന്ന് പറയാ. ഒരു ഫെബ്രുവരി പകുതി വരെയൊക്കെ ഉണ്ടായിരിക്കും. വേനൽക്കാലം എന്ന് പറയുമ്പോൾ മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം. മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം. അപ്പൊ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം അഥവാ ഇടവപ്പാതി. പിന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം. അത് കഴിഞ്ഞാൽ പിന്നെ നവംബർ കഴിഞ്ഞു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നമുക്ക് മഞ്ഞുകാലമാണ് അല്ലെ? ശൈത്യകാലമാണ്. അതിനുശേഷം മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം നമുക്ക് വേനൽക്കാലവുമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. ഇനി അവിടെ നമുക്ക് ബോക്സിൽ മൺസൂൺ കാലത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ, ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട 2 ബോക്സുകളുണ്ട്. അതിലൊരു ബോക്സാണ് ഈ മൺസൂൺ എന്നുള്ള കൊടുത്തിട്ടുള്ളത്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക പോയിന്റ്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ തന്നെ നമ്മൾ 2 പേര് പറഞ്ഞു. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നും ഒന്ന് വടക്ക് കിഴക്കൻ മൺസൂൺ എന്നും. അപ്പൊ തന്നെ അറിയാലോ, അതായത് ഒരു സമയത്ത് മൺസൂൺ കാറ്റ് വീശുന്നത് തെക്ക് പടിഞ്ഞാറ് നിന്നാണെങ്കിൽ മറ്റൊരു സമയത്ത് ഈ മൺസൂൺ കാറ്റ് വീശുന്നത് വടക്ക് കിഴക്ക് നിന്നാണ്. അപ്പൊ തന്നെ നമുക്കവിടെ മനസ്സിലാവും അല്ലെ? കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ്. പല സ്ഥലത്തു നിന്നല്ലേ ആദ്യം തെക്ക് പടിഞ്ഞാറെന്ന് വീശിയെങ്കിൽ പിന്നീട് അത് വടക്ക് കിഴക്കുന്നാണ് വീശുന്നത്. അപ്പൊ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ഓപ്ഷനിൽ വേറെ കാറ്റിന്റെ പേരൊക്കെ തരും. മൺസൂൺ കാറ്റിന് പകരം ചിലപ്പോൾ അവര് വാണിജ്യവാതകങ്ങൾ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ ശ്രദ്ധിക്കുക, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകൾ മൺസൂൺ കാറ്റുകളാണ്. അടുത്തത് വായിക്കുന്ന സെന്റൻസ് ശ്രദ്ധിക്കുക. കുറച്ച് ചിലപ്പോൾ ചിലർക്ക് സംശയം വരും. ജൂൺ, സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമുക്കറിയാം, ഭൂമധ്യരേഖ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്നില്ല. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്നത് 23.5 ഡിഗ്രി ഉത്തരായന രേഖയാണ് അല്ലെ? ഇന്ത്യയിൽ കൂടി ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ല. ഇന്ത്യയുടെ താഴെ കൂടിയാണ് ഭൂമധ്യരേഖ പോകുന്നത്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്നത് ഉത്തരായന രേഖയാണ്. അപ്പൊ ഈ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിട്ടെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അടുത്തായിട്ട് വരും അല്ലെ? കേരളത്തിനൊക്കെ അടുത്തായിട്ട് വരും. അപ്പൊ ഭൂമധ്യരേഖയ്ക്ക് വടക്ക്. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശ എന്ന് പറഞ്ഞാൽ എന്താണ്?
അറബിക്കടലാണ്. നിങ്ങൾ ആ ഭൂപടം നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഭാഗം വന്നു. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് മേഖല എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അറബിക്കടല്. അപ്പൊ അറബിക്കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഏത് കടലിൽ നിന്നാണ് വീശുന്നത്? അത് അറബിക്കടലിൽ നിന്നാണ് വീശുന്നത്. അപ്പൊ അറബിക്കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫലമായിട്ട് കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരത്ത് നല്ല രീതിയിലുള്ള മഴ ലഭിക്കും. പക്ഷെ എന്നാൽ തമിഴ്നാട് മേഖലയിൽ അത്രയ്ക്ക് മഴ ലഭിക്കില്ല. ഈ സമയത്ത് മഴ ലഭിക്കില്ല. തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ മഴ ലഭിക്കുക വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് മഴ കൂടുതൽ ലഭിക്കുക നമ്മുടെ പടിഞ്ഞാറൻ തീരങ്ങളിലാണ് കൂടുതൽ മഴ ലഭിക്കുക. ഏത് സമയത്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്ന് വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ ഫലമായിട്ട് കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നും അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? സെറ്റായില്ലേ? അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ, അതായത് വടക്കു കിഴക്കു നിന്നും വീശും. നേരത്തെ തെക്ക് പടിഞ്ഞാറുന്നാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ വീശുന്നത് വടക്ക് കിഴക്കുനിന്നാണ് വീശുന്നത്. ഈ കാറ്റുകൾ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ, നേരത്തെ പടിഞ്ഞാറൻ മേഖലയിലാണ് അല്ലെ, നമ്മുടെ പടിഞ്ഞാറൻ തീരങ്ങളിലാണ് പറഞ്ഞെങ്കിൽ ഇവിടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ തുലാവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ കാലാണ്. നമുക്ക് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് വേറെ ചാപ്റ്ററിൽ 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഇതിനെ മൺസൂണിന്റെ വിടവാങ്ങൽ എന്ന് പറയും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ, അതായത് വടക്ക് കിഴക്കുന്നാണ് വീശുന്നത്. ഈ കാറ്റിന്റെ കുറച്ചു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഇരുളർ വിഭാഗം ഉണ്ടല്ലോ, നമ്മുടെ വയനാട്ടിലൊക്കെ ഉള്ള ഇരുളർ വിഭാഗക്കാരുടെ ഒരു പാട്ട്, അട്ടപ്പാടിയിലെ ഇരുളർ വിഭാഗക്കാരുടെ ഒരു പാട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. മണ്ണേ നമ്പി ലേലയ്യ, മണ്ണേ നമ്പി ലേലയ്യ മരമിരുക്ക്, മരത്തെ നമ്പി ലേലയ്യ മണ്ണിരുക്ക്, മരത്തെ നമ്പി ലേലയ്യ കൊമ്പിരുക്ക്, കൊമ്പേ നമ്പി ലേലയ്യ ഇലയിരുക്ക്. അങ്ങനെ പറയുന്ന ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ടിന്റെ ഹെഡിങ് എന്താണ്? മണ്ണേ നമ്പി ലേലയ്യ. ഈ പാട്ട് നമ്മുടെ അട്ടപ്പാടിയിലെ ഇരുളർ വിഭാഗക്കാരുടെ പാട്ടാണ്. ഈ പാട്ട് മണ്ണെഴുത്ത് എന്നുള്ള മാസികയില് 2008-2009 സമയത്ത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് അട്ടപ്പാടിയിലെ ഇരുളർ വിഭാഗക്കാരുടെ പാട്ടാണെന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് മണ്ണും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മണ്ണിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെയാണ് ഈ പാട്ടിൽ അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പൊ മണ്ണ് രൂപപ്പെടാൻ, നമ്മുടെ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് തന്നെ കാരണമായിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് മണ്ണ് അല്ലെ. ഭൂമിയിൽ ജീവന്റെ തന്നെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ള
പ്രധാന ഘടകമാണ് മണ്ണ്. പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. ഇത് ഒരു ദീർഘകാലത്തെ പ്രോസസ്സാണ് അല്ലെ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടാകുന്ന സംഭവമല്ല മണ്ണെന്ന് പറയുന്നത്. ദീർഘകാലം എടുത്തിട്ടാണ് പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നത്. ഈ സംഭവം തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ഭാഗത്ത് പറയുന്നുണ്ട്. മണ്ണുണ്ടാകുന്ന പ്രക്രിയയെ കുറിച്ചിട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ഭാഗത്ത് പറയുന്നുണ്ട്. നമ്മളോട് അത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അത് നമുക്ക് ഫുള്ള് വായിക്കാൻ പോസിബിൾ അല്ല. ജസ്റ്റ് ഞാൻ അതിന്റെ തുടക്കവും അവസാനവും പറയാം. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള ഭാഗത്തു നിന്നാണ് ഉരുണ്ടതും മിനുമിനുത്തതുമായിട്ടുള്ള ഒരു ചെറിയ ഉരുളൻ കല്ല് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ എന്നാണ് തുടങ്ങുന്നത്. ഉരുണ്ടതും മിനുമിനുത്തതുമായിട്ടുള്ള ഒരു ഉരുളൻ കല്ല് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ. ഒരു ചെറിയ കൽക്കഷണത്തിന് ഇത്രയും പറയാൻ സാധിക്കുന്നു സ്ഥിതിക്ക് പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റനേകം വസ്തുക്കളിൽ നിന്നും നമുക്ക് എത്രയധികം സംഗതികൾ ഗ്രഹിക്കാൻ കഴിയും എന്നാണ് അവസാനിക്കുന്നത്. അതായത് ഇതിൽ മുഴുവനായിട്ടും എങ്ങനെയാണ് മണ്ണുണ്ടാകുന്നത് എന്നാണ് നമ്മുടെ നെഹ്റു മകൾക്ക് വിവരിച്ചു കൊടുക്കുന്നത്. അപ്പൊ മകളോട് ഫസ്റ്റ് തന്നെ ചോദിക്കുകയാണ്, നിനക്ക് ഒരു ഉരുണ്ടതും മിനുമിനുത്തതുമായിട്ടുള്ള ഒരു കല്ല് കാണുമ്പോൾ അതിന് നിന്നോട് ചിലതൊക്കെ പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം എങ്ങനെയാണ് മണ്ണുണ്ടാകുന്നുള്ള കാര്യം മുഴുവൻ വിസ്തരിച്ചു കൊടുക്കുകയാണ്. പാറ പൊടിഞ്ഞ് എങ്ങനെയാണ് ഈ നദികളൊക്കെ ഒഴുക്കിക്കൊണ്ട് വരുന്നു, ആ കല്ലുകൾ അടിത്തട്ടിലുള്ള പാറ കഷ്ണത്തുമേലൊക്കെ തട്ടി 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 അതിന് മിനുസം വരുന്നതും അങ്ങനത്തെ പല പ്രോസസ്സുകളെ കുറിച്ചിട്ട് നെഹ്റു വിവരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ഒരു ചെറിയ കൽക്കഷ്ണത്തിന് ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിയും എങ്കിൽ പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റനേകം വസ്തുക്കളിൽ നിന്നും നമുക്ക് എത്രയധികം കാര്യങ്ങളാണ് ഗ്രഹിക്കാൻ കഴിയുക എന്ന് നെഹ്റു ചോദിക്കുകയാണ് മകളോട്. അപ്പൊ ഈ ഭാഗം എന്തിലാണുള്ളത്? അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള ആ ഇതിലാണ് ഉള്ളത്. ആരാണ് എഴുതിയിട്ടുള്ളത്? ജവഹർലാൽ നെഹ്റു ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ അല്ലെ, അതിലാണ് ഈ മണ്ണുണ്ടാകുന്ന കാര്യത്തെ കുറിച്ചിട്ട് നെഹ്റു മകൾക്ക് വിവരിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് അവിടെ മണ്ണ് എങ്ങനെ രൂപം കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് കണക്കാക്കുന്നത്. അപ്പൊ ഭൂപ്രകൃതിയുണ്ട്, കാലാവസ്ഥയുണ്ട്, പാറയുടെ ഘടനയുണ്ട്, കാലപ്പഴക്കമുണ്ട്, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം, ഇതെല്ലാം മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമായി തീരുന്നുണ്ട്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ പേര് മാത്രം കൊടുത്തിട്ടുള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് അല്ലെ. ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണല്ല ചെങ്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ്. പിന്നെ ഉള്ളത് ചെമ്മണ്ണ്. ചെമ്മണ്ണ് എന്ന് പറഞ്ഞാൽ റെഡ് സോയിൽ ആണ്. റെഡ് സോയിൽ, ചെമ്മണ്ണ് എന്തുകൊണ്ടാണ് ആ മണ്ണിന് ചുമന്ന കളർ വരാൻ കാരണം? അതിൽ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളത് കൊണ്ടാണ് അല്ലെ. ആ മണ്ണിൽ ഇരുമ്പിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് ചുമന്ന നിറത്തിൽ കാണപ്പെടുന്നത്. അതാണ് ചെമ്മണ്ണെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നദികളൊക്കെ വഹിച്ചുകൊണ്ട് വരുന്നതാണ് അല്ലെ. നദീതീരങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും നദീതടങ്ങളിലൊക്കെയാണ് എക്കൽ മണ്ണ് കാണുക. വളരെയധികം ഫലഭൂയിഷ്ഠമുള്ള മണ്ണാണ് എന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ ഇവിടെ ഇടനാട്ടിലും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലും ചില ഭാഗങ്ങളിൽ, അതായത് നമ്മുടെ വേമ്പനാട് കായലിന്റെ ഭാഗങ്ങളിലൊക്കെ വേമ്പനാട് കായലിന്റെ തീരത്തോടൊക്കെ കൂടി ചേർന്ന് എക്കൽ മണ്ണ് കാണപ്പെടുന്നുണ്ട് കേരളത്തിൽ. പിന്നെ വനമണ്ണ് അഥവാ ഫോറസ്റ്റ് മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് വനമണ്ണ്. പക്ഷെ കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 25% വനമണ്ണാണെന്നാണ് പറയുന്നത്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് മണ്ണാണ്, പിന്നെ 25% വനമണ്ണ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ജൈവാംശം, അതുപോലെ നൈട്രജന്റെ അളവൊക്കെ വളരെയധികം കൂടുതലുള്ള മണ്ണാണ് വനമണ്ണെന്ന് പറയുന്നത്. പിന്നെ കറുത്ത മണ്ണ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം. നമ്മ പാലക്കാട് ചിറ്റൂർ താലൂക്ക് അല്ലെ, PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് എവിടെയാണ് കാണപ്പെടുന്നത്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ്
ഈ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. കറുത്ത മണ്ണിലാണ് നമ്മുടെ പരുത്തി, കരിമ്പ്, നീലക്കടല, പരുത്തി, കരിമ്പ്, നീലക്കടലൊക്കെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന മണ്ണാണ് കറുത്ത മണ്ണെന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രമാണ് ഈ മണ്ണ് കാണപ്പെടുന്നത്. പിന്നെ പീറ്റ് മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റ് മണ്ണെന്ന് പറയുന്നത്. ഈ കണ്ടൽ ചെടികളുടെയൊക്കെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് പീറ്റ് മണ്ണ്. അപ്പൊ ഈ മണ്ണുകളൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഒന്നാമത്തത് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. പറഞ്ഞില്ലേ, കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണാണ്. പിന്നെ പറഞ്ഞത് ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ. ഇരുമ്പിന്റെ അംശം ഉള്ളത് കൊണ്ട് ചെറിയ ചുമപ്പ് നിറത്തിൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണെന്ന് പറയുന്നത്. കേരളത്തിൽ ഇത് തിരുവനന്തപുരം, അതുപോലെ നെയ്യാറ്റിൻകര ആ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും ചെമ്മണ്ണ് കാണപ്പെടുന്നത്. പിന്നെ പറഞ്ഞത് എക്കൽ മണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ഇന്ത്യയിൽ മൊത്തം പറയുമ്പോൾ നമ്മുടെ ഉത്തര മഹാസമതലത്തിലാണ് അല്ലെ എക്കൽ മണ്ണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം എന്താ, അത് നദീതടങ്ങളിലാണ്, നദികൾ വഹിച്ചു കൊണ്ടുവരുന്നതാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. കേരളത്തിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, വേമ്പനാട് കായലിന്റെ സമീപ പ്രദേശത്തൊക്കെ ആയിട്ട് കൂടുതലായിട്ട് എക്കൽ മണ്ണ് കാണപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടാവുമല്ലോ, വെള്ളപ്പൊക്കം ഉണ്ടായി കഴിയുമ്പോഴും പുതിയ എക്കൽ മണ്ണ് നിക്ഷേപിക്കുന്നതിന്റെ ഫലമായിട്ട് നല്ല വളക്കൂറുള്ള മണ്ണുകൾ വരാറുണ്ട് ഈ നമ്മുടെ വേമ്പനാട് കായലിന്റെ തീരത്തൊക്കെ. കാരണം വെള്ളപ്പൊക്കം വരാന്ന് പറയുമ്പോൾ പുതിയ എക്കൽ മണ്ണ് കൂടുതൽ നിക്ഷേപിക്കപ്പെടും. അപ്പൊ കൂടുതൽ വളക്കൂറുള്ള മണ്ണ് ഉണ്ടാകും. എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ നദീതടങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ്. അതുകൊണ്ട് കേരളത്തിലും എക്കൽ മണ്ണ് കാണപ്പെടുന്നുണ്ട്. വനമണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 25% വനമണ്ണാണെന്ന് പറയുന്നുണ്ട്. കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം കേരളത്തിലുള്ളൂ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കാണപ്പെടുന്നത്. ഇത് എന്തിന്റെയൊക്കെ കൃഷിക്കാണ് അനുയോജ്യം? പരുത്തി, കരിമ്പ്, നീലക്കടലയുടെ ഒക്കെ കൃഷിക്കാണ് അനുയോജ്യമായിട്ടുള്ളത്. പീറ്റ് മണ്ണെന്ന് പറയുമ്പോൾ അത് ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ്. കേരളത്തിൽ ചതുപ്പ് നിലങ്ങളൊക്കെ ഉണ്ടല്ലോ, ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റ് മണ്ണെന്ന് പറയുന്നത്. കണ്ടൽ ചെടി വളരുന്നതിന് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് പീറ്റ് മണ്ണ്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ മണ്ണിനങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് അവിടെ ഈ നമ്മുടെ മണ്ണിന്റെ ഘടനയെ തന്നെ നശിപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? അമിതമായിട്ടുള്ള രാസവള കീടനാശിനി പ്രയോഗം. നമുക്കറിയാലോ, അമിതമായിട്ടുള്ള രാസവളവും കീടനാശിനികളുടെ പ്രയോഗം മണ്ണിന്റെ ഘടനയെ തന്നെ നശിപ്പിച്ചു കളയും. അതുപോലെ മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയമായിട്ടുള്ള ഖനനം, ഇത് മൂന്നും നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ അശാസ്ത്രീയമായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങളും മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കും. അപ്പൊ 4 കാര്യങ്ങളാണ് നമുക്കവിടെ കൊടുത്തിട്ടുള്ളത്. അമിതമായിട്ടുള്ള രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയമായിട്ടുള്ള ഖനന പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയമായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങൾ. പിന്നെ നമുക്ക് പറയാം, അതായത് നമ്മുടെ വനനശീകരണം, മണ്ണിനെ നശിപ്പിക്കുന്ന കാര്യമാണല്ലോ. കാരണം മണ്ണൊലിപ്പൊക്കെ കൂടുതലായിട്ടുണ്ടാവും. വനനശീകരണം ഒരു സന്ദർഭമാണ്, മണ്ണിനെ നശിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് വനനശീകരണം എന്നുള്ളത്. അതേപോലെ തന്നെ മണൽ വാരൽ, അമിതമായിട്ടുള്ള പുഴയിൽ നിന്നൊക്കെ അമിതമായിട്ട് മണൽ വാരുന്നതും മണ്ണൊലിപ്പ്, വളരെ കൂടുതൽ മണ്ണ് ഒഴുകി നമ്മുടെ പോകാനൊക്കെ കാരണമാവും. അപ്പൊ മണൽ വാരലും വനനശീകരണവും ഒക്കെ മണ്ണിനെ നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തികളാണെന്ന് നമുക്ക് പറയാം. ഇനി മണ്ണ് സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. മണ്ണ് സംരക്ഷിക്കാൻ ഒന്നാമത്തത് കണ്ടൽ കാടുകൾ നട്ടു വളർത്തുക. കണ്ടൽ കാടുകൾ മണ്ണൊലിപ്പ് തടയാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് കണ്ടൽ കാടുകൾ സംരക്ഷിക്കുക എന്നുള്ളത് മണ്ണിനെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണ്, നമുക്കറിയാം. രണ്ടാമത്തത് കല്ലുകൊണ്ടുള്ള കയ്യാലകൾ പണിതാലും മണ്ണൊലിപ്പ് നമുക്ക് തടയാൻ സാധിക്കും. അപ്പൊ കയ്യാല എന്നുള്ളതും മണ്ണിനെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണ്. തട്ടായിട്ട് കൃഷി ചെയ്യുക അല്ലെ, അതും മണ്ണൊലിപ്പ് തടയാൻ നമുക്ക് സഹായിക്കും. അതുകൊണ്ട് തട്ടുകൃഷിയും മണ്ണിനെ സംരക്ഷിക്കുന്ന ഒരു മാർഗമാണ്. അവിടെ കയർ ഭൂവസ്ത്രം, ചിലർക്കെങ്കിലും അത് അറിയില്ലായിരിക്കും. കയർ ഭൂവസ്ത്രം എന്താണ്? കയർ ഭൂവസ്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മണ്ണൊലിപ്പ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ തടങ്ങൾ, അതുപോലെ ഈ ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ അറപ്പത്തോടുകളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ നേരിട്ട് കടലിലേക്ക് വെള്ളം പോകുന്ന തോടുകളാണ് അറപ്പത്തോടുകൾ എന്ന് പറയുന്നത്. ഈ അറപ്പത്തോടുകളുടെയൊക്കെ സൈഡ് ഭാഗം ഇതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് പണിക്കാര് ഈ കയർ ഭൂവസ്ത്രം വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണൊലിപ്പ് തടയും. കാരണം ഇത് ഒരു പരുപരുത്ത സംഭവമാണല്ലോ. അപ്പൊ ഇതിന്റെ ഇത് മോൾ ഭാഗത്തൊക്കെ മണ്ണിങ്ങനെ തടഞ്ഞു നിൽക്കും, മണ്ണൊലിപ്പ് തടയും. അതേപോലെ തന്നെ ഇത് ഒരു തരത്തിലും നമ്മുടെ മണ്ണിന് ദോഷം ചെയ്യുന്നില്ല.
ചകിരിച്ചോറ് കൊണ്ടല്ലേ നമ്മുടെ ഇത് കയറുണ്ടാക്കുന്നത്. അപ്പൊ ഇതൊരു തരത്തിലും മണ്ണിന് ദോഷം ചെയ്യുന്നില്ല, മണ്ണിന് നല്ലതുമാണ്. കാരണം ഇത് ജലാംശം വലിച്ചെടുക്കും. ശരിക്കും കയറിന് അതിന്റെ 2-3 ഇരട്ടിയോളം വെള്ളത്തെ പിടിച്ചു നിർത്താൻ, വലിച്ചെടുത്ത് വീർക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും, ഈ കയറ് പിരിക്കുന്നവരൊക്കെ ഈ ചകിരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് അതിനുശേഷം തൊണ്ട് തല്ലാന്നൊക്കെ പറയില്ലേ. അപ്പൊ അത് അത്രയധികം വെള്ളത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഈ കയറിനുണ്ട്. അപ്പൊ അത് കയർ ഭൂവസ്ത്രം ധരിച്ചു കഴിഞ്ഞാല് മണ്ണൊലിപ്പും തടയും, അതുപോലെ തന്നെ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാനും സഹായിക്കും. ആ വെള്ളത്തെ പിടിച്ചു നിർത്തി അത് ഭൂമിയിലേക്ക് ഇറങ്ങാനും സഹായിക്കും. മണ്ണിന് യാതൊരു ദോഷവും ഇല്ല. അത് മാത്രമല്ല, ചകിരിച്ചോറ് എന്ന് പറയുന്നത് മണ്ണിനൊരു വളമാണ് അല്ലെ. ഇത് ദ്രവിച്ച് കുറെ കാലങ്ങൾ ചെല്ലുമ്പോൾ ഇത് ദ്രവിച്ച് ഇത് മണ്ണിനോട് കൂടിച്ചേരും. അത് മണ്ണിന്റെ ഫലഭൂഷ്ടിയും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ കയർ ഭൂവസ്ത്രം എന്നുള്ളത് മണ്ണിനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കയർ ഭൂവസ്ത്രം എന്നുള്ളത്. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത്തരത്തിൽ ഇങ്ങനെ വെള്ളം ശക്തിയായിട്ട് ഒലിച്ചു പോകുന്ന ജലാശയങ്ങളുടെയൊക്കെ സൈഡില് തിണ്ടുകളിൽ ഈ കയർ ഭൂവസ്ത്രം കൊണ്ട് കവർ ചെയ്യും. അപ്പൊ അതെന്താണ്, മണ്ണൊലിപ്പ് തടയും, മണ്ണിനെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ അത് മണ്ണിന് ഒരു ദോഷവും ചെയ്യുന്നില്ല. കൂടുതൽ കാലം കഴിയുമ്പോൾ ഈ കയർ ഭൂവസ്ത്രം അഴുകി മണ്ണിനോട് ചേരുന്നത് വഴി മണ്ണിന്റെ ഫലഭൂഷ്ടിയും വർദ്ധിക്കും. അപ്പൊ ഇത്രയും ഗുണങ്ങളാണ് കയർ ഭൂവസ്ത്രം കൊണ്ടുള്ളത്. അതേപോലെ തന്നെ മണ്ണ് സംരക്ഷിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് പുലിമുട്ട് നിർമ്മാണം. പുലിമുട്ട് നിർമ്മാണം എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഓപ്ഷനിൽ ചിലപ്പോൾ മണ്ണ് സംരക്ഷണത്തിനുള്ള മാർഗ്ഗത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ പുലിമുട്ട് നിർമ്മാണം എന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് സാധനമാവും ഈ പുലിമുട്ട് നിർമ്മാണം. പുലിമുട്ട് നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അഴീക്കോട് ബീച്ച് അങ്ങനെ മെയിൻ ആയിട്ടുള്ള ബീച്ചുകളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു പ്രത്യേക രീതിയിൽ കോൺക്രീറ്റ് കൊണ്ട് ഓരോരോ ഇതുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, ഒരു രൂപം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അതെന്താ വെച്ചാൽ തീരപ്രദേശത്തെ ഈ നമ്മുടെ കടൽ തീരകളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, കടലിലെ തിരമാലകളിൽ നിന്നും തീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പുലിമുട്ടുകൾ നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. പുലിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ കോൺക്രീറ്റ് കൊണ്ടുള്ള ഓരോ നിർമ്മിതികളാണ്. അതിങ്ങനെ ഉണ്ടാക്കിയിടുന്നത് വഴിയിട്ട് തുറമുഖങ്ങൾ, തീരപ്രദേശങ്ങളെയൊക്കെ തിരമാലകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പുലിമുട്ട്. അപ്പൊ അവിടെ മണ്ണ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ വനവൽക്കരണം ഒക്കെ മണ്ണ് സംരക്ഷിക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ്, കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുക, കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുക, കല്ലുകൊണ്ടുള്ള കയ്യാലകൾ പണിയുക, തട്ട് രീതിയിൽ കൃഷി ചെയ്യുക, കയർ ഭൂവസ്ത്രം, അതുപോലെ പുലിമുട്ട് നിർമ്മാണം, വനവൽക്കരണം, ഇതൊക്കെ മണ്ണ് സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളാണെന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം, December 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. അപ്പൊ ലോക മണ്ണ് സംരക്ഷണ ദിനമാണ് December 5 എന്ന് പറയുന്നത്. നമ്മൾ 5 എന്ന് എഴുതുമ്പോൾ തന്നെ അത് എസ് പോലില്ലേ, അപ്പൊ അവിടെ തന്നെ സോയിൽ എന്ന് ഓർക്കാൻ പറ്റും. December 5 ലോക മണ്ണ് സംരക്ഷണ ദിനം എന്ന് പറയുന്നത്. അത് ഐക്യരാഷ്ട്ര സംഘടനയാണ് ആചരിക്കുന്നത്. ഇനി കേരളത്തിലെ ജലസ്രോതസ്സുകളൊക്കെ അറിയാലോ, പുഴകളുണ്ട്, തോടുകളുണ്ട്, കിണറുകളുണ്ട്, നീരുറവകളുണ്ട്, നദികളുണ്ട്, ഒക്കെ നമുക്ക് അറിയുന്നതാണ്. കേരളത്തിൽ 44 നദികളുണ്ട്. ഈ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. ഇവയിൽ 3 എണ്ണം മാത്രം കിഴക്കോട്ട് ഒഴുകുന്നു, ബാക്കി 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. അപ്പൊ ഏതൊക്കെയാണ്? മഴക്കുഴി നമുക്കറിയാം, മഴവെള്ള സംഭരണി നമുക്കറിയാം, തടയണേ നമുക്കറിയാം, പുതയിടൽ എന്നുള്ളതും എന്താണ്, ജലം സംരക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പുതയിടൽ എന്നുള്ളതും. ഇനി അതിനുശേഷം നമുക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം മൺസൂണും, പിന്നൊന്ന് പദ്ധതികളും നിർവഹണവും. മുമ്പ് PSC ചോദിച്ചിട്ടുണ്ടത്. അതായത് ഓരോ പദ്ധതിയും ആ പദ്ധതിയുടെ നിർവഹണ ചുമതല ആർക്കാണെന്നും. ഒന്നാമത്തെ പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള പദ്ധതി ഹരിത കേരളം മിഷനാണ് നടപ്പിലാക്കുന്നത്. ഇനി ഞാൻ ഒഴുകട്ടെ, പുഴകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള പദ്ധതി. ഇനി ഞാൻ ഒഴുകട്ടെ അത് ആരാണ് നടപ്പിലാക്കുന്നത്? ഹരിത കേരളം മിഷനാണ്. എന്നാൽ മാലിന്യമുക്ത നവകേരളവും തെളിനീരൊഴുകും നവകേരളവും, രണ്ടും നവകേരളാണ്. മാലിന്യമുക്ത നവകേരളം, തെളിനീരൊഴുകും നവകേരളം, ഇത് രണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതികളാണ്. തെളിനീരൊഴുകും നവകേരളം, മാലിന്യമുക്തം നവകേരളം. തെളിനീരൊഴുകും നവകേരളം, മാലിന്യമുക്തം നവകേരളം, രണ്ട് നവകേരളം അല്ലെ. ഇത് രണ്ടും
തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതികളാണ്. ഇനി ജൽ ജീവൻ മിഷൻ. ജൽ ജീവൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ കേരളത്തിലല്ല. ജൽ ജൽ എന്നൊക്കെ നമ്മൾ ജലം എന്നല്ലേ പറയാ. ജൽ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ എന്നുള്ളത്. അപ്പൊ പദ്ധതികൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഒഴുകട്ടെ അത് ഹരിത കേരള മിഷന്റെ പദ്ധതിയാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷൻ. എന്നാൽ മാലിന്യമുക്ത കേരളവും തെളിനീരൊഴുകും നവകേരളവും, മാലിന്യമുക്ത നവകേരളം, തെളിനീരൊഴുകും നവകേരളം രണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർവഹണ ചുമതലയുള്ള പദ്ധതികളാണ്. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഇനി കേരളത്തിലെ വിളവൈവിധ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം എവിടെയാണ്? ഇടനാട്ടിലാണ് അല്ലെ. ഇനി മൊത്തം കേരളം എടുക്കുകയാണെങ്കിലോ മലനാട്ടിൽ ഒരു കൃഷി, ഇടനാട്ടിൽ വേറെ കൃഷി, തീരപ്രദേശത്ത് മറ്റൊരു കൃഷി. ഇവിടെ മലനാട്ടിൽ ഏതൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യാം? സുഗന്ധ വിളകളായിട്ടുള്ള ഏലം, കുരുമുളക്, അതുപോലെ തന്നെ തേയില, കാപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ മലനാട്ടിൽ കൃഷി ചെയ്യുക. ഇടനാടെന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ ഒരുപാട് വിളവൈവിധ്യം നിലനിൽക്കുന്ന സ്ഥലമാണ് ഇടനാട്. മരച്ചീനി, ചേന, ചേമ്പ് തുടങ്ങിയ കിഴങ്ങ് വിളകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. വാഴ കൃഷി, അതുപോലെ റബ്ബർ കൃഷി. റബ്ബറൊക്കെ മെയിനായിട്ടും ഇടനാടാണ് അല്ലേ. ഇതൊക്കെയാണ് ഇടനാട്ടിലെ കൃഷി എന്ന് പറയുന്നത്. തീരപ്രദേശത്തേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നെല്ലും തെങ്ങുമാണ് കൂടുതൽ. നെല്ല് വരാൻ കാരണം നമ്മൾ പറഞ്ഞില്ലേ, തീരപ്രദേശത്ത് എക്കൽ മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. ഈ നമ്മുടെ നദികളൊക്കെ വഹിച്ചുകൊണ്ട് തന്നെ എക്കൽ മണ്ണ് നിക്ഷേപം ഉള്ളത് കൊണ്ട് നെല്ല് കൃഷിയുണ്ട്. അതുപോലെ തന്നെ തെങ്ങ് കൃഷിയുമാണ് തീരപ്രദേശത്ത് കൂടുതലുള്ളത്. അപ്പൊ മലനാട് എന്ന് പറയുമ്പോൾ തേയില, കാപ്പി, ഏലം, കുരുമുളക് അതൊക്കെയാണ് മലനാട് വരുന്നത്. ഇടനാട് വിളവൈവിധ്യമാണ് അല്ലെ. കാരണം അവിടെ ചേന, ചേമ്പ്, മരച്ചീനി തുടങ്ങിയ കിഴങ്ങ് വിളകളും വാഴ കൃഷി, അതുപോലെ റബ്ബർ കൃഷി ഒക്കെ ഉണ്ട്. തീരപ്രദേശം എന്ന് പറയുമ്പോൾ കൂടുതലും നെല്ലും തെങ്ങുമാണ്. അടുത്തതായിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിച്ച സമയം കളയുന്നില്ല, കാരണം എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്ത് പറഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഈ പറയണ നമ്മളുടെ കൃഷി രീതിയും നമ്മളുടെ ആഘോഷങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. കൃഷി രീതിയും നമ്മുടെ തൊഴിലും തമ്മിൽ ബന്ധമുണ്ട്. നമ്മുടെ ഭൂപ്രകൃതിയും നമ്മുടെ തൊഴിലും, ഭൂപ്രകൃതിയും നമ്മുടെ കാർഷിക രീതികളും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത്. കാരണം നമുക്കെല്ലാം അറിയാം, നമ്മുടെ വിളവെടുപ്പ് സമയത്താണ് നമ്മുടെ ആഘോഷങ്ങൾ മിക്കതും. ഓണാണെങ്കിലും വിഷാണെങ്കിലും ഒക്കെ നമ്മുടെ വിളവെടുപ്പിന്റെ സമയത്താണ് വരുന്നത്. അതുപോലെ തൊഴിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അല്ലെ. അതായത് ഇപ്പൊ തീരദേശ മേഖലയിലുള്ളവരുടെ തൊഴിൽ എന്ന് പറയുന്നത് കൂടുതൽ എന്തായിരിക്കും? അവർ കൂടുതൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാൻ കൂടുതലും തീരദേശ മേഖലയിലുള്ള ആളുകളായിരിക്കും അല്ലെ. അതേപോലെ കായലോരങ്ങളിലുള്ളവരാണ് ഈ ചകിരി തല്ല്, കയറ് പിരിക്കല്, തൊണ്ട് തല്ലല്, കയറുണ്ടാക്കാനുള്ള തൊണ്ട് തല്ലലും കയറ് പിരിക്കലൊക്കെ കൂടുതലും ഈ കായലോരങ്ങളിലുള്ളവരാണ് കൂടുതലും. അതുപോലെ കുട്ടനാടിലുള്ള ആളുകളുടെ തൊഴിൽ എന്ന് പറയുന്നത് കൂടുതലും നെൽകൃഷിയായിരിക്കും. അതുപോലെ താറാവ് വളർത്തലും നെൽകൃഷിക്കാണ് കൂടുതലും കുട്ടനാടിലുള്ളവരുടെ തൊഴിൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് പല ആഘോഷങ്ങളും കൃഷി രീതികളും അതേപോലെ തന്നെ തൊഴിലിനും ഈ ഭൂപ്രകൃതിയായിട്ട് ബന്ധമുണ്ട്. തീരപ്രദേശ മേഖലയിൽ കൂടുതൽ ആളുകൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ കായലോരങ്ങളിൽ താമസിക്കുന്നവര് കയറ് പിരിക്കലിലും തൊണ്ട് തല്ലലിലും ഏർപ്പെടുന്നു. അതുപോലെ തന്നെ കുട്ടനാട്ടിലുള്ളവർ നെൽകൃഷിയിലും ഈ താറാവ് വളർത്തലിലും ഏർപ്പെടുന്നു. അപ്പൊ ഭൂപ്രകൃതിക്കും നമ്മുടെ തൊഴിലിനും ബന്ധമുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അടുത്തത് കേരളവും പ്രകൃതി ദുരന്തങ്ങളെയും കുറിച്ചിട്ടാണ്. കേരളത്തിലെ പ്രകൃതി ദുരന്തം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതിക്ക് കാരണമായി. 2004 അപ്പൊ സുനാമി ഉണ്ടായത് 2004. ഇനി നമ്മുടെ ഇവിടെ പ്രളയം ഉണ്ടായതോ 2018 മെയിൻ പ്രളയം അല്ലേ. ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത് 2018. 2019 ചെറിയ രീതിയിലുള്ള പ്രളയം ഉണ്ടായി. അപ്പൊ 2018 2019 പ്രളയം ഉണ്ടായിട്ടുണ്ട്. 2004 സുനാമി ഉണ്ടായത്. കേരളത്തിൽ സുനാമി ഉണ്ടായത് 2004. 2018 2019 പ്രളയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടായത്. കവളപ്പാറ ഉരുൾപൊട്ടൽ 2019. 2020 പെട്ടിമുടി ഉരുൾപൊട്ടലും. പിന്നെ 2024 നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉരുൾപൊട്ടൽ ഉണ്ടായത്. കേരളത്തിലെ ആ വർഷങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കാം. അപ്പോൾ 2004 സുനാമി ഉണ്ടായത്. 2018 2019 കേരളത്തിൽ പ്രളയം ഉണ്ടായി. 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടായത്. 2020 പെട്ടിമുടി ഉരുൾപൊട്ടൽ ഉണ്ടായത്. 2024 വയനാട് ചൂരൽമല, മുണ്ടക്കൈ എന്നീ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പൊ കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിലവിടെ ബോക്സിൽ ദുരന്ത നിവാരണവും ലഘൂകരണത്തിനുള്ള മുന്നൊരുക്കങ്ങളും,
ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതൽ നടത്താം എന്ന് പറഞ്ഞിട്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മുന്നൊരുക്കങ്ങൾ. ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് എന്തൊക്കെ മുന്നൊരുക്കം എടുക്കണം, ദുരന്ത സമയത്ത് എന്തൊക്കെ മുന്നൊരുക്കം എടുക്കണം, ദുരന്തത്തിന് ശേഷം എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ടേബിളാക്കി നൽകിയിട്ടുണ്ട്. നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ആ ദുരന്ത സമയത്ത് എടുക്കേണ്ട നടപടികൾ നമുക്കൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. ദുരന്ത സമയത്ത്, ദുരന്തത്തിന് മുൻപും ദുരന്തത്തിന് ശേഷവും എടുക്കേണ്ട നടപടികളിൽ നമുക്ക് സംശയമൊന്നും വരില്ല. സ്റ്റേറ്റ്മെന്റിൽ തരുമ്പോൾ എക്സാം ഹോളിൽ ഇരിക്കുന്ന നമ്മുടെ മൈൻഡ് ഇപ്പോഴത്തെ മൈൻഡ് അല്ലല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് നന്നായിട്ട് കൃത്യമായിട്ട് വായിക്കാം. ദുരന്തത്തിന് മുൻപ് എടുക്കേണ്ട നടപടികൾ, അതായത് ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം. ദുരന്തത്തിന് മുൻപ്, ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, അതിന് മുൻപ് എടുക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയുക. മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ദുരന്തങ്ങളെല്ലാം തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മുൻകൂട്ടി അറിയുക എന്നുള്ളതും, അതേപോലെ ഈ ദുരന്ത സാധ്യതാ മേഖലകളിലെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുക, അല്ലെ? അപ്പൊ ആ മാറ്റി താമസിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നറിയിപ്പ് നൽകണം. ഇനി മാറാൻ ഒരുക്കമല്ലാത്ത ജനങ്ങളെ ബോധവൽക്കരിക്കണം. അപ്പൊ ഇതൊക്കെ എന്താണ്? ദുരന്തത്തിന് മുൻപ് എടുക്കേണ്ട പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദുരന്തങ്ങളെ, ചില ദുരന്തങ്ങളെ, എല്ലാ ദുരന്തങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല, ചില ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയുക. ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പ് നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ദുരന്ത സമയത്തെ നടപടികൾ, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് ഒന്നാമത്തത് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളതും, രണ്ടാമത്തത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുമല്ലോ നമ്മൾ, ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വേണ്ട വസ്ത്രം, താമസ സൗകര്യം, ഭക്ഷണം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ എത്ര ദിവസം ആ ദുരിതാശ്വാസ ക്യാമ്പ് നീണ്ടു നിൽക്കുമോ അത്രയും ദിവസം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും ബാക്കി സൗകര്യങ്ങളെല്ലാം ലഭ്യമാക്കണം. അതിന്റെ ആസൂത്രണം നടത്തുക എന്നുള്ളതും, രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളതും ദുരന്ത സമയത്തെ പ്രവർത്തനങ്ങളാണ്. ഇനി ദുരന്തത്തിന് ശേഷവും, ദുരന്തത്തിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ട് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത്, അല്ലെ? അവരെ വീണ്ടും പുനരധിവസിപ്പിക്കുക. അതുപോലെ തന്നെ ഇനി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അപ്പൊ മൂന്നെണ്ണത്തിലും രണ്ടെണ്ണം വെച്ചിട്ട് 6 പോയിന്റ് തന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് ദുരന്തത്തിന് മുൻപ് എടുക്കേണ്ട നടപടികളാണ്. നമുക്കറിയാലോ, ദുരന്തത്തിന് മുൻപ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ദുരന്തങ്ങളെ അറിയുക. ഇനി ജനങ്ങളെ മുന്നറിയിപ്പ് നൽകുക, അവരെ ബോധവൽക്കരിക്കുക, അവരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുക എന്നുള്ളത്. ദുരന്ത സമയത്ത് എടുക്കേണ്ടത് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുക, ആ ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, ചികിത്സ, താമസ സൗകര്യം എന്നിവയെല്ലാം ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക എന്നുള്ളതും. ദുരന്താനന്തര പ്രവർത്തനം, ദുരന്തം നടന്നതിന് ശേഷം നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതും. പിന്നെ അതിനുശേഷം അവിടെ ഇങ്ങനെ പ്രകൃതി ദുരന്ത നിവാരണവും ലഘൂകരണവുമായി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടില്ല, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയാണ് നമ്മൾ ഈ ഭാഗം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. എങ്കിൽ നമുക്കറിയാം 3 അതോറിറ്റികൾ ഉണ്ട്, അല്ലെ? സംസ്ഥാന തലത്തിലുണ്ട്, ദേശീയ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, ജില്ലാ തലത്തിലുണ്ട്. ദേശീയ തലത്തിൽ ഏതാണ്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലാ തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. 3 അതോറിറ്റികൾ, ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. പിന്നെ നമ്മുടെ റവന്യൂ വകുപ്പിന്റെ പേര് തന്നെ അതാണ്, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് എന്നാണ്, അല്ലെ? നമ്മുടെ ഈ വില്ലേജ് ഓഫീസൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ റവന്യൂ വകുപ്പ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റും കൂടിയും ആണ് അവരുടെ മെയിൻ ചുമതല എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പേര് തന്നെ അങ്ങനെയാണ്, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് എന്നാണ്, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്. പിന്നെ ദുരന്ത സാധ്യത അപഗ്രഥന സെല്ലും ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും. ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളാണ്. കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു ഭാഗത്ത് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്.
അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ആദ്യത്തെ ആ ചോദ്യം ചോദിക്കലുണ്ടല്ലോ, റിവിഷൻ, അത് വെറുതെ ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. പക്ഷെ അടുത്ത 2 ക്ലാസ്സിൽ നമ്മൾ അത് ഒഴിവാക്കുകയാണ്. കാരണം നമുക്ക് വേഗം പോർഷൻസ് തീർക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് വേഗം നമുക്ക് ഓടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത 2 ക്ലാസ്സുകളിൽ നമ്മൾ ഈ റിവിഷൻ ഉണ്ടല്ലോ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള റിവിഷൻ തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കുകയാണ്. ഇനി അത് തുടർന്ന് കണ്ടിന്യൂ ചെയ്യണോ, നിങ്ങൾക്ക് ആ റിവിഷൻ ഉപകാരപ്പെടുന്നുണ്ട്, തുടർന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.